ഇഷിമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബിഹേവിയറൽ സൈക്കോളജിയിലെ പ്രാക്ടിക്കൽ ബിഹേവിയറൽ സ്ട്രാറ്റജീസിൽ ഉപയോഗിക്കുന്ന ഒരു തെറപ്യൂട്ടിക് അപ്രോച്ചാണ് 1 മിനിറ്റ് റൂൾ ടെക്നിക്. ഇത് വളരെ സിമ്പിളാണ്, വളരെ ഇഫക്റ്റീവാണ്. കേസൻ ഫിലോസഫിയിലും ടൈം മാനേജ്മെൻറ്റിലും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പിയിലൊക്കെ ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയിലെ മിൽബേഴ്സന്റെ 2017 ബെസ്റ്റ് സെല്ലറായ 5 സെക്കൻഡ് റൂൾ എന്ന പുസ്തകത്തിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൈഫിൽ സ്റ്റക്കായി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബിഹേവിയർ പാറ്റേൺ ട്രിഗർ ചെയ്യുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ നമുക്ക് പേടി, ഒരു കാര്യം തുടങ്ങാൻ പേടി, അല്ലെങ്കിൽ എപ്പോഴും മാറ്റിവെക്കുന്ന ഒരു പ്രകൃതം, നാളെ നാളെ എന്ന് മാറ്റിവെക്കുന്ന പ്രോകാസ്റ്റിനേഷൻ, ആങ്സൈറ്റി, അഡിക്ഷൻ, ഇതിനൊക്കെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ടൂളാണ് ഈ 1 മിനിറ്റ് റൂൾ ടൂൾ. 1 മിനിറ്റ് റൂൾ ടെക്നിക്കിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കാണാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഐഡൻറ്റിഫൈ ദ ഹാബിറ്റ്. ഏത് ഹാബിറ്റിനെയാണോ നമുക്ക് ഓവർകം ചെയ്യേണ്ടത്, ഏത് അഡിക്ഷനെയാണോ നമുക്ക് ഓവർകം ചെയ്യേണ്ടത്, ആ ഹാബിറ്റ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഏത് ഹാബിറ്റാണോ എന്നിൽ തുടങ്ങേണ്ടത്, കൂട്ടിച്ചേർക്കേണ്ടത് എന്താണോ അതിനെ നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് സെറ്റ് 1 മിനിറ്റ് ഗോൾ എന്നുള്ളതാണ്. ഏത് ഹാബിറ്റാണോ ഞാൻ അതിജീവിക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഹാബിറ്റിന് 1 മിനിറ്റ് നേരത്തേക്ക് ബ്രേക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഓൾട്ടർനേറ്റീവായിട്ട് ആ സമയത്ത് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആക്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഉദാഹരണം, സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് 1 മിനിറ്റ് നേരത്തേക്ക്, സ്മോക്ക് ചെയ്യാനുള്ള ഏർജ് ഉണ്ടാകുമ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം സ്മോക്ക് ചെയ്യുക. ഇനി പ്രോകാസ്റ്റിനേഷൻ ഉള്ള ഒരാളാണെന്ന് ഓർത്തോ, ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു, അതിങ്ങനെ നീട്ടി വെക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണെങ്കിൽ ആ ടാസ്കിനെ 1 മിനിറ്റ് നേരത്തേക്ക് തുടങ്ങാനായിട്ട് 1 മിനിറ്റ് നേരത്തേക്ക് ആ ടാസ്ക് ചെയ്യാൻ തുടങ്ങുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് യൂസ് ഡിസ്ട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ മാറ്റിവെക്കുന്ന ആ 1 മിനിറ്റ് സമയമുണ്ടല്ലോ, 1 മിനിറ്റ് അതായത് 60 സെക്കൻഡ്, ആ 60 സെക്കൻഡിനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ഏതെങ്കിലും കാര്യത്തിലേക്ക് നമ്മൾ ഇമേഴ്സ്ഡ് ആകണം. ഒന്ന് ബ്രീതിങ് ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവാം, അല്ലെങ്കിൽ ഒന്ന് കുട്ടികളുടെ ആകെ കൂടെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ ആ ഹാബിറ്റിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം ചെയ്യുന്നു. നാലാമത്തെ കാര്യം, ബിൽഡ് എ മൊമെൻറ്റം. അതായത് നമുക്ക് ഒരു 60 സെക്കൻഡ് നേരത്തേക്കാണ് നമുക്ക് ഈ കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ, വിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതൊന്ന് അസസ് ചെയ്യുക, എങ്ങനെയാണ് എന്നുള്ളത് അസസ് ചെയ്യുക. എങ്ങനെയാണ് ആ ഏർജ് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം അതിനകത്ത് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം അസസ് ചെയ്യുക. ഇല്ല എങ്കിൽ നമ്മൾ ബ്രെയിന് കൊടുത്തിരിക്കുന്ന കമാൻഡ് 60 സെക്കൻഡ് 1 മിനിറ്റ് നേരത്തേക്കാണ്. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതൊന്ന് അസസ് ചെയ്യുക, ആ ഏർജ് കുറഞ്ഞിട്ടുണ്ടോ, അതോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അതാണ് ബിൽഡ് എ മൊമെൻറ്റം സ്റ്റെപ്പ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് സെലിബ്രേറ്റ് സ്മോൾ വിൻ. അതായത് ചെറിയ വിജയം നമുക്കുണ്ടായിട്ടുള്ളൂ, അത് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കോൺഫിഡൻസ് കൂടും, വീണ്ടും ഇത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുക, ചെറിയ വിജയങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആറാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിഷ്വലൈസേഷനാണ്. അതായത് എന്ത് റിസൾട്ടിനെ കണ്ടുകൊണ്ട് വിഷ്വലൈസേഷൻ നടക്കണം. അപ്പോൾ ഈ വിഷ്വലൈസേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 5 സെൻസസും അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. ഇത് നേടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വിഷ്വലൈസേഷൻ നടത്തേണ്ടത്. അപ്പോൾ നമുക്കുണ്ടാകാവുന്ന, ഇത് വിൻ ചെയ്താൽ നമുക്കുണ്ടാകാവുന്ന ഫിസിക്കലി, സൈക്കോളജിക്കലി, ഇമോഷണലി, സോഷ്യലി നമുക്കുണ്ടാകാവുന്ന നന്മകളെ മുന്നിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. പോസിറ്റീവ് ഇമോഷണൽ ഇൻറ്റൻസിറ്റിയോട് കൂടി വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് താങ്ക്സ് ഗിവിങ് ചെയ്യുക.
അപ്പോൾ നമ്മൾ കണ്ടത് 1 മിനിറ്റ് റൂളിൻ്റെ 6 സ്റ്റെപ്പുകളാണ്. ഇനി ഈ 1 മിനിറ്റ് റൂള് എൻ്റെ കൗൺസിലിംഗ് മേഖലയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, എൻ്റെ അടുക്കൽ വരുമ്പോൾ ഒരു 11ാം ക്ലാസ്സുകാരൻ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ ഡെയിലി ഒരു ദിവസം 30 സിഗരറ്റ് ഉപയോഗിക്കുമായിരുന്നു. അതിന് പല സ്ട്രാറ്റജീസ് ഞങ്ങൾ ഉപയോഗിച്ചു. അതിൽ അവന് കൊടുത്ത ഒരു സ്ട്രാറ്റജി ഇതായിരുന്നു, 1 മിനിറ്റ് റൂൾ. സ്മോക്കിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് അത് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. അതങ്ങനെ കൂടി 1 മിനിറ്റായി, 2 മിനിറ്റായി, 3ആയി, 5ആയി, 10ആയി, അങ്ങനെ 3 മാസം കൊണ്ട് 0 യൂസ് ഓഫ് സിഗരറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഇവാലുവേഷൻ നടത്തി. അവന് കൊടുത്ത എല്ലാ സ്ട്രാറ്റജീസും ഞങ്ങൾ അസസ് ചെയ്തു, ഏതാണ് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞത് ഈ 1 മിനിറ്റ് റൂളാണെന്നാണ്. പിന്നെ ഈ തുടർന്നുള്ള 1.5 മാസക്കാലം ഞങ്ങൾ ഈ 1 മിനിറ്റ് റൂൾ മാത്രമാണ്, ഈ അപ്രോച്ചാണ് അവന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തത്. ഇനി എൻ്റെ ഒരു കൂട്ടുകാരി ഡോക്ടറാണ്. പുള്ളിക്കാരിത്തി ഒത്തിരി യാത്രകൾ ചെയ്യുന്ന ആളാണ്. അവൾക്ക് യാത്രാ വിവരണങ്ങളെക്കുറിച്ചൊരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 6 വർഷമായി അതിനുള്ള കണ്ടന്റ് എല്ലാം സ്വന്തം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡേറ്റ എല്ലാം ഉണ്ട്. ഇനി അതൊന്ന് പുസ്തകമാക്കിയാൽ മതി. പക്ഷെ 6 വർഷമായിട്ട് സാധിക്കുന്നില്ല. ഇത് നാളെ എന്ന് മാറ്റിവെച്ച് ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 1 മിനിറ്റ് റൂൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ. അവൾ എന്നോട് പറഞ്ഞത്, നീ കുട്ടികളെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കണ്ട എന്നാണ്. പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ആണത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. എനിവേ, ആ പുസ്തകം ഇപ്പോൾ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഒരേ ഒരു കാരണം ഈ 1 മിനിറ്റ് റൂൾ അവൾ ലൈഫിൽ പ്രാക്ടിക്കലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 1 മിനിറ്റ് റൂൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ സ്റ്റക്കായി തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിൾസ്, പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് ട്രബിൾസ്, പ്രോകാസ്റ്റിനേഷൻ, അഡിക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഈ 1 മിനിറ്റ് റൂള് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാലോ അല്ലേ? അങ്ങനെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും വളരെ ഇഫക്റ്റീവായിട്ട് മാറ്റാനായിട്ട് നോക്കാം. താങ്ക് യു.